ആദ്യം ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി സവാള ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാലയിൽ ഞാൻ കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വേറെ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മീറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. കൈ വെച്ചിട്ട് പിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ബീഫാണ് നമ്മുടെ ഈ റസ്ക് വടയിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫിൻ്റെ ഫ്ലേവർ നമ്മുടെ മസാലയിൽ നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫിൽ ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയുടെ നല്ല സ്മെല്ലൊന്ന് ഈ ഒരു മസാലയിലേക്ക് പിടിച്ച് കിട്ടണം. കറിവേപ്പിലയുടെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിന് ബീഫ് തന്നെ വേണമെന്നില്ല. ബീഫാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ പിന്നെ മിക്സ്ഡ് മീറ്റും യൂസ് ചെയ്യാം. ഇതിനായിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ദോശക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്താൽ മതി. മിക്സിയിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മൈദ ഇട്ടിട്ട് നമുക്കൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പം അധികം കട്ടിയായി പോകാനും പാടില്ല, അധികം ലൂസായി പോകാനും പാടില്ല. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും അധികം കട്ടിയുമല്ല ലൂസുമല്ല. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നായിട്ടൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ഗമ്മ് പോലെ ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു ഗമ്മ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും മൈദ ഉപയോഗിക്കണം. അതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗമ്മ് ഉണ്ടാക്കുന്നത്. പിന്നെ ദോശയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് നോക്കുമ്പോൾ മൈദ തന്നെയാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ വേണമെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടുള്ള മുട്ട ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഗമ്മു റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ദോശ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. ഒരു 2 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കട്ടിയിലല്ല നമ്മുടെ ദോശ വേണ്ടത്, നമുക്ക് ആവുന്നത്ര നൈസാക്കി പരത്തിയെടുക്കണം. ഇനി ഇതൊരു 2 സെക്കൻഡ് അടച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാവും ഈ ഒരു ദോശ. ഇപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ മാവ് തീരുന്ന വരെ ദോശ ചുട്ടെടുക്കുക.
ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റസ്ക് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ 3 റസ്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശയില്ലേ, അതിൻ്റെ നടുവിലായിട്ട് ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഗമ്മൊന്ന് ആക്കി കൊടുക്കണം, ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മറ്റേ വശം ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു 2 സൈഡിലും ഗമ്മാക്കി കൊടുക്കുക. എന്നിട്ടൊരു ബോക്സ് പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലൊരു ബോക്സ് പോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട നല്ലോണം അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് റസ്ക് പൊടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും പൊടികളെത്തുന്ന രീതിയിൽ കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മുടെ റസ്ക് വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയേ ചെയ്യണ്ടൂ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതുപോലൊരു തവയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് കുഴിയുള്ള ചട്ടിയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തവ ആയതുകൊണ്ട് അറ്റ് എ ടൈം നമുക്കൊരു 4 എണ്ണമൊക്കെ ഫ്രൈ ചെയ്യാം. ഒന്ന് ചൂടായ ശേഷം ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നമുക്ക് മൊരിയിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു മറിച്ചു വിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. നമുക്കിത് കട്ട് ചെയ്യുമ്പം ഉള്ളിൽ നല്ല ബീഫിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. റസ്ക് ആയതുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്